City Diocese and Chief Coordinator and Director of Mark Gregorian Retreat Center, തിരുമേനി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവനാമത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വന്യ രാജു കൊളപ്പുറത്ത് കോർപ്പിസ്കോപ്പാച്ചൻ, മറ്റ് വന്യ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ കൂട്ടായ്മയിൽ ഒന്നുചേർന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, രാവിലത്തെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നിങ്ങളുടെ മുഖഭാവവും നിങ്ങളുടെ ക്ഷീണവും നിങ്ങളുടെ കണ്ണുകളിൽ ഉറക്കമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അടുത്ത സെഷനിൽ ഞാൻ എങ്ങനെയാണ് ഇനി പ്രസംഗിക്കുക, കാരണം അത് അതിനേക്കാൾ ഭീകരമായിരിക്കും. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, വല്ല കാപ്പിയോ കട്ടൻ കാപ്പിയോ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞില്ല, ഇനി ഉച്ചയ്ക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ അച്ഛൻ്റെ പാട്ട് കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ മുഖത്തൊരു രക്തമയമൊക്കെ കൂടുതൽ വന്നതായിട്ടും നിങ്ങളുടെ മുഖത്ത് നല്ല സന്തോഷമുള്ളതായിട്ടായിട്ടും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗാനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ടെന്ന് സത്യത്തിൽ ഞാനിവിടെ ഇരുന്നപ്പോൾ എനിക്കത് കൂടുതൽ മനസ്സിലായി. എനിക്കറിയാമായിരുന്നു ഗാനങ്ങൾ മനുഷ്യനെ നന്നായി സ്വാധീനിക്കുകയും അതൊരു ഹീലിംഗ് എഫക്റ്റ് ഗാനങ്ങൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയമായും അത് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പശുക്കൂട്ടിൽ പോലും ഇപ്പോൾ പാട്ട് വെക്കുകയാണെങ്കിൽ പശു കൂടുതൽ പാല് തരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും പശുക്കൂട്ടിലൊക്കെ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കോഴിക്കൂട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. കാരണം കോഴിക്ക് കുറച്ചും കൂടി നല്ല കൂടുതൽ മുട്ട കിട്ടുമെന്ന് എനിക്കറിഞ്ഞ എന്തായാലും ഗാനങ്ങൾ എല്ലായിടത്തും വളരെ എഫക്റ്റീവാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് ഞാൻ മാത്രമല്ല, ചുമ്മാ ശ്രദ്ധിച്ച് അവിടെ എല്ലാം മനസ്സും മുഖമൊക്കെ മാറി. അപ്പോൾ നമ്മുടെ എൽദോസ് അച്ഛന് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ നിൽക്കുന്നത് ഒരു ഖബറിൻ്റെ മുമ്പിലാണ്. ആ ഖബറിനെ കുറിച്ചാണ്, ആ ഖബറിൽ ഉണർന്നിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. സത്യത്തിൽ സഭയ്ക്ക് ഏറ്റവും നല്ല മാതൃക നൽകി കടന്നുപോയ ഒരു പിതാവാണ് യാക്കോബ് മാർ തീമോഥെയോസ് തിരുമേനി. അതിന് യാതൊരു സംശയവും. പ്രാർത്ഥനകളിലൂടെ ഉപവാസങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ഈ സഭയിലൂടെ കടന്നുപോയി. ഒത്തിരി നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സങ്കടപ്പെടുത്തുന്നതും നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർത്തിയാക്കുകയായി. ഞാൻ സത്യത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ആകെപ്പാടെ ഒരു ബന്ധമെന്ന് പറയുന്നത്, അദ്ദേഹത്തിന് മെത്രാപ്പോലിത്ത സ്ഥാനം കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു 3ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ പഠിക്കുന്നത്. എനിക്ക് ആ സമയത്താണ്. അപ്പോൾ ആ ശുശ്രൂഷയിൽ ഞാനുണ്ടായിരുന്നു. 3 അച്ഛന്മാരെ മെത്രാച്ചനാക്കി മാറ്റുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോൾ ഞാനും അമ്മയുടെ കൂടെ തോളിലും കയ്യിലുമൊക്കെ ഇരുന്നാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോൾ എനിക്കൊരു ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഈ തിരുമേനിമാരുണ്ടാകുന്നതെന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മസൻസായി കിട്ടുവരികയാണെന്നുള്ളതാണ്. ഞാൻ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അച്ഛൻ തിരുമേനിയാകുന്നത്? ആ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കാണാനായിട്ടായിരുന്നു എനിക്ക് അന്നത്തെ കൗതുകം. പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. അച്ഛന്മാരും മുട്ടുകുത്തിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കാണാൻ നമുക്ക് ഈ പൊക്കം ഇല്ലാത്തതുകൊണ്ട് സാധിച്ചില്ല. ഒത്തിരി അച്ഛന്മാരുടെ ഇടയിൽ വലിയ അച്ഛന്മാരാണ്. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ തൊപ്പിയൊക്കെ വെച്ച് ബാബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 തിരുമേനിമാർ ഇറക്കി വരും. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഇവരിൽ ആരുടെയെങ്കിലും ഒരു കൈമുത്തുവോ ഉപ്പായത്തെ പിടിക്കുകയോ എന്നുള്ളതാണല്ലോ പിന്നെയൊരു. അത് എങ്ങനെയോ സാധിച്ചെടുക്കാൻ പറ്റിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത് പക്ഷേ എനിക്ക് ഈ തിരുമേനിയുടെ കൈ തന്നെയാണ് ഞാൻ മുത്തിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ അനേകം പ്രാവശ്യം അത് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതുപോലെ രാത്രി പ്രാർത്ഥനകളുടെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അച്ഛൻ പല സ്ഥലങ്ങളിൽ ഈ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഞാൻ ചെമ്മാശനായിരുന്നപ്പോൾ മുതൽ ഈ പ്രസംഗം, ഇതിനാൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഈ പ്രസംഗങ്ങളിൽ ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതിലൊരു കാര്യമുണ്ട്. ഈ പള്ളിയിലെ ഒരു മുട്ടുസൂചി പോലും തിരുമേനി സ്വന്തമായി എടുക്കില്ലായിരുന്നു എന്നുള്ളത് അച്ഛൻ പറഞ്ഞു.
ഒരിക്കൽ തിരുമേനിയുടെ കസേരയുടെ കാലിളകിപ്പോയി, സ്റ്റൂളിൻ്റെ കാലിളകിപ്പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പള്ളിയിൽ ആണി ഇരിപ്പുണ്ട്, ഉടനെ എടുത്തുകൊണ്ട് അടിക്കുക. അന്നേരം തിരുമേനി പറഞ്ഞു, പള്ളിയിൽ ആണി കൊണ്ട് അച്ഛൻ്റെ തിരുമേനിയുടെ വീടാണല്ലോ, സ്വന്തം വീടാണല്ലോ, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പള്ളിയുടെ സ്വത്ത് കൊണ്ട് ആണി അടിക്കണ്ട. സത്യത്തിൽ ഇത് ഞാൻ വളരെ വലിയൊരു മൂല്യമായി സ്വീകരിച്ച, എൻ്റെ ലൈഫിൽ ഞാൻ മൂല്യമായി സ്വീകരിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് വൈദികനായ അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമ്പത്ത് ഞാൻ എൻ്റെ ഭവനത്തിന് കൊണ്ടുപോയിട്ടില്ല. അത് മുഴുവനും എങ്ങനെയാണോ ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് ചെന്ന് കഴിഞ്ഞാൽ അത് സഭയ്ക്ക് എങ്ങനെ ആക്കി തീർക്കാം എന്ന് പറഞ്ഞ് അത് എൻ്റെ കൂടെയുള്ള അച്ഛൻ്റെ കയ്യിലോ ശമ്മാശൻ്റെ കയ്യിലോ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകാറുള്ളത്. ഈ തിരുമേനിയുടെ ഒരു സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രചോദനം അത് ഞാൻ എൻ്റെ ലൈഫിൽ നന്നായി ബാധിച്ചു. അത് ബാധിക്കാൻ അത് മാത്രമല്ല കാരണം, വേറൊരു നെഗറ്റീവ് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ പള്ളിയിലെ സാധനം എടുക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നാക്ക് മുറിഞ്ഞ്, എൻ്റെ നാക്ക് രണ്ടായിട്ട് മുറിഞ്ഞു പോയൊരു സമയം. അപ്പോൾ അമ്മയൊരു നേരത്തെ നേർന്നു മഞ്ഞനിക്കരയ്ക്ക് തീർത്ഥാടനത്തിന് പോകാം. അപ്പം ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. 3 പേരെയുമായിട്ട് അമ്മ മഞ്ഞനിക്കരയ്ക്ക് പോയി. മഞ്ഞനിക്കരയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരുന്ന സമയത്ത് ആ ഓമല്ലൂർ കവലയിൽ ഒരു കുരിശും തൊട്ടിയുണ്ട്. അവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ഒത്തിരി സമയം നിന്നാൽ ഈ ട്രാൻസ്പോർട്ട് ബസ് കിട്ടും. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടനോട് നോക്കുമ്പോൾ ഈ കുരിശും തൊട്ടിയിൽ മൊത്തം ലൈറ്റ് ഇട്ടിരിക്കുകയാണ്, ബൾബ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കറണ്ടില്ല. എന്നാലും മൂത്ത ചേട്ടൻ ചെന്ന് ചെയ്തു ഒരു ബൾബ് തിരിച്ച് നോക്കിയപ്പോൾ അത് പറഞ്ഞു പോകുന്നു, പുള്ളി ഇത് പോക്കറ്റ് കിട്ടും. ഉടനെ രണ്ടാമത്തെ ചേട്ടൻ എന്ന് ഓർത്ത് നമുക്കൊരു ബൾബ് വേണ്ട, പുള്ളി തുറന്ന് പറിച്ച് പോക്കറ്റ് ഇട്ടു. പിന്നെ ഇവർ മാറി മാറി ബൾബ്, മഞ്ഞനിക്കര പള്ളിയിലെ ബൾബ് 2 പേരും പറിച്ച് പോക്കറ്റ് ഇടുക. ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്, വീട്ടിൽ കറണ്ടില്ല. അങ്ങനെ തിരിച്ച്